കൂട്ടുകാരെ, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് നോക്കണ നേരത്ത് മക്കളുടെ വണ്ടി വരാറായി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ വേഗം നമ്മൾ മെയിൻ റോട്ടിലേക്ക് പോകണം പിള്ളേരെ കൊണ്ടുവരണമെങ്കിലേ. അപ്പം അങ്ങോട്ട് പോയി അവരെ കൊണ്ടുതേ വന്നു. ഞാൻ പോണേക്ക മുമ്പാട് ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന കാരണം അതിനനുസരിച്ചിട്ട് എരിവ് കുറച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും. ഞാനിവിടെ മൈദയല്ല കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, കുറച്ച് അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അരിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പൊടി, പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് കൂടി ഒരുമിച്ച് ചതക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതിയും കൂടി ചേർത്ത് ഇത് മൊത്തം ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം വെച്ചു. അതിനുശേഷം നമ്മളത് ഞാനവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ സബോളയും ക്യാപ്സിക്കത്തിന് പിന്നെ ഇപ്പോൾ റൈറ്റ് കൂടി കാരണം നമ്മൾ ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്, മല്ലിയില, പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും അതും അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഒരു വശം നന്നായി മൊരിഞ്ഞു. അപ്പോൾ പിന്നെ മറുവശം കൂടി മറിച്ചിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നന്നായി മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടൊന്ന്, അതായത് പച്ചമുളകും ക്യാപ്സിക്കം സബോള നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം. നിങ്ങൾക്ക് ഞാൻ മക്കളെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ സന്തോഷമായോ? ഞാൻ എന്നും അങ്ങനെ കേട്ടോ മക്കളെ കൊണ്ടുവരാറ്, നടന്നിട്ട് ഞങ്ങൾ വരാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ പണിത്തിരക്കും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവരെന്നോട് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറ്. പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ കറിയിൽ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചതും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഞാൻ ഒന്നും കൂടി നന്നായി വഴറ്റിയിട്ടാണ്. അതിനുശേഷം ലേശം ഉപ്പും പൊടിയും കൂടിയും ഇട്ടു. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുകയാണ് പഞ്ചസാരയാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള സംഭവം. അത് വരുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടണം അതേ ഒരു ടേസ്റ്റ് കിട്ടണം. പിന്നെ നമ്മളതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി കുറവായിരുന്നു, അപ്പം നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കലക്കി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അരിപ്പൊടി കലക്കി ഒഴിച്ചു എന്നുള്ള യാതൊരു ഇതും അതിൽ കാണില്ല കേട്ടോ. കറി നല്ല ടേസ്റ്റും പിന്നെ നന്നായി കുറുകി വരും ഒന്ന് തിളയ്ക്കുമ്പോൾ. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ അത്. പിന്നെ നമ്മൾ ഈ കറിയിലുണ്ടല്ലോ കളർ ഒട്ടും ചേർക്കണില്ല, എന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടല്ലോ അമ്മ വീട്ടിൽ മഞ്ഞപ്പൊടിയൊക്കെ അവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ അവിടെ നിന്ന് അമ്മ കഴിയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് തന്നു വിടാറുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഈ മഞ്ഞ കളറ് വല്ലാണ്ട് കൂടുതലായിട്ടും ഇല്ല കേട്ടോ, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. മല്ലിയില കൂടി വന്നപ്പോൾ നമ്മുടെ കറി കാണാൻ നല്ല രസമല്ലേ. പിന്നെ ചേട്ടനെ കൊണ്ട് നമ്മൾ 2 പൊറോട്ട വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. ഈ ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഒരു പൊറോട്ട കുട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അതിനുശേഷം പിന്നെ ചേട്ടൻ വന്നപ്പോൾ എനിക്കൊരു പൊതിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കി. നിങ്ങൾക്കും ഇങ്ങനെ കിട്ടാറുണ്ടായിരിക്കും വീട്ടിൽ ചേട്ടന്മാർ വരുമ്പോൾ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഈ പരിപ്പടിയും എനിക്കിഷ്ടമുള്ള സുഗിയനൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നുണ്ടല്ലോ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതിൽ നിന്ന് മക്കൾ സുഗിയൻ കഴിക്കാറില്ല, എന്നാൽ അവർ ഇന്നലെ എന്താണെന്നറിയില്ല അവർ കഴിച്ചു. പിന്നെ ഞാനൊരു പരിപ്പടിയും കഴിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡ്രീം വ്ളോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.